ആരോഗ്യ സംരക്ഷണാർത്ഥവും വെയിറ്റ് കുറയ്ക്കുന്നതിനും വേണ്ടി പലതരത്തിലുള്ള ഡയറ്റ് പ്ലാനുകൾ ഇന്ന് പ്രചാരത്തിലുണ്ട്. അതുകൊണ്ട് പലയോലിത്തിക് ഡയറ്റ് എന്ന പേരിൽ ഒരു പുതിയ ഡയറ്റ് കണ്ടപ്പോൾ അതിൽ പുതുമയൊന്നും എനിക്ക് തോന്നിയില്ല. എന്നാൽ ഈ ഡയറ്റിനെ പറ്റി ന്യൂ ഇംഗ്ലണ്ട് ജേർണൽ ഓഫ് മെഡിസിനിലും ലാൻസെറ്റിലും ബ്രിട്ടീഷ് മെഡിക്കൽ ജേർണലിലുമെല്ലാം ലേഖനങ്ങൾ കണ്ടപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു. പലയോലിത്തിക് ഡയറ്റ് അഥവാ സ്റ്റോൺ ഏജ് ഡയറ്റ് ശിലായുഗത്തിലെ മനുഷ്യരുടെ ഭക്ഷണ രീതിയായിരുന്നു. ഈ ഭക്ഷണരീതി തുടരുന്ന 84 ട്രൈബ്സ് ഗോത്രങ്ങൾ ആഫ്രിക്കയിലും ആമസോണിലെ വനങ്ങളിലുമായി ഇന്നും കഴിയുന്നുണ്ട്. അവരുടെ ഇടയിൽ ആധുനിക പരിഷ്കാരത്തിൻ്റെ രോഗങ്ങളായ ഹൃദ്രോഗവും ക്യാൻസറും ഡയബറ്റീസും എല്ലാം തുലോം കുറവാണ്. ഈ നിരീക്ഷണമാണ് പലയോലിത്തിക് ഡയറ്റിനെ പറ്റി പഠിക്കുവാൻ ഗവേഷകരെ പ്രേരിപ്പിച്ചത്. ശിലായുഗ മനുഷ്യര് ജീവിച്ചിരുന്നത് ഇന്നേക്ക് 10,000 വർഷങ്ങൾക്ക് മുമ്പാണ്. നമ്മുടെ ശിലായുഗ പൂർവികര് 1,00,000-ലധികം വർഷങ്ങൾ മൃഗങ്ങളെ വേട്ടയാടിയും പ്രകൃതിയിൽ തന്നെത്താനുണ്ടാകുന്ന സസ്യങ്ങളും പഴവർഗ്ഗങ്ങളും പറിച്ച് ഭക്ഷിച്ചും ജീവിച്ചിരുന്നു. അവർ കൃഷി ചെയ്തിരുന്നില്ല. മൃഗങ്ങളെ വളർത്തുകയോ അവയുടെ പാൽ കുടിക്കുകയോ ചെയ്തിരുന്നില്ല. അവരുടെ ഫോസിൽ അവശിഷ്ടങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ച കൊളറാഡോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ ലോറൈൻ കോർഡെയിൻ പറയുന്നത് അവരുടെ ഭക്ഷണ രീതി മൂലം ഇവർ ഇന്നത്തെ മനുഷ്യരെക്കാൾ വലിപ്പമുള്ളവരും ആധുനികമായ രോഗങ്ങൾ ഒന്നും ബാധിച്ചിട്ടില്ലാത്തവരും ആയിരുന്നുവെന്നാണ്. അവരുടെ ഭക്ഷണം പഴവർഗ്ഗങ്ങളും എഡിബിളായിട്ടുള്ള, അതായത് പാചകം ചെയ്യാതെ ഭക്ഷിക്കാവുന്ന വെജിറ്റബിൾസും വേട്ടയാടി പിടിക്കുന്ന പക്ഷിമൃഗാദികളുടെ ഫാറ്റ് ഇല്ലാത്ത ലീനായിട്ടുള്ള മീറ്റും മത്സ്യവുമായിരുന്നു. കൃഷിയിൽ ഏർപ്പെട്ടിട്ടില്ലായിരുന്നതിനാൽ ഇവർ അരിയും ഗോതമ്പും ഉപയോഗിച്ചിരുന്നില്ല. ഉപ്പും പഞ്ചസാരയും ഇവർക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഇത്തരം ഭക്ഷണങ്ങൾ ഇന്നും ഉപയോഗിക്കാമെങ്കിൽ ബ്ലഡ് പ്രഷറും ബ്ലഡ് ഷുഗറും ബ്ലഡ് കൊളസ്ട്രോളും കുറയുമെന്നും മറ്റ് ആരോഗ്യകരമായ മറ്റനേകം മാറ്റങ്ങൾ നമുക്കുണ്ടാകുമെന്നും തൻ്റെ രോഗികളിൽ നടത്തിയ ഗവേഷണത്തിലൂടെ കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ ഹെൻറി ലോഡ്ജ് തെളിയിച്ചു. എന്നാൽ ഈ കമ്പ്യൂട്ടർ യുഗത്തിൽ നിന്നും ശിലായുഗത്തിലേക്ക് തിരികെ പോകുക ഭക്ഷണക്കാര്യത്തിലാണെങ്കിൽ പോലും പൂർണ്ണമായി പ്രായോഗികമല്ല. 10,000 വർഷങ്ങൾക്ക് മുമ്പ് ശിലായുഗം അവസാനിക്കുമ്പോൾ 5 മില്യൺ ആൾക്കാർ മാത്രമേ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നുള്ളൂ. ക്രിസ്തുവിൻ്റെ കാലത്ത് അത് 200 മില്യൺ ആൾക്കാരായി വർദ്ധിച്ചു. എന്നാൽ 2005 ഇന്ന് 6.5 ബില്യൺ ആൾക്കാർ, അതായത് 6,500 മില്യൺ ജനങ്ങൾ ഈ ഭൂമിയിലുണ്ട്. ഇവരെല്ലാം ഇന്ന് വേട്ടയാടി പിടിച്ചും പഴവർഗ്ഗങ്ങൾ പറിച്ചു തിന്നും ജീവിക്കണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. എന്നാൽ നമ്മുടെ ശിലായുഗ പൂർവികരിൽ നിന്ന് ചില പാഠങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ പാഠം, ഭക്ഷണത്തിൽ കൂടുതൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഉപയോഗിക്കുക. പ്രത്യേകിച്ച് പാചകം ചെയ്യേണ്ടത് അല്ലാത്തതായിട്ടുള്ള പച്ചക്കറി വർഗ്ഗങ്ങൾ, കോളിഫ്ലവർ, എഗ് പ്ലാന്റ്, ഓണിയൻസ്, ക്യാരറ്റ്സ് തുടങ്ങിയവ ധാരാളമായി ഉപയോഗിക്കുക. അതുപോലെ തന്നെ നട്ട്സ്, ആൽമണ്ട് നട്ട്സ്, വാൾനട്ട്സ് തുടങ്ങിയ നട്ട്സുകളും ഉപയോഗിക്കാൻ മറക്കാതിരിക്കുക. രണ്ടാമത്തെ പാഠം, ഫാറ്റ് കുറവുള്ള ലീൻ മീറ്റ് മാത്രം കഴിക്കുവാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. മൂന്നാമതായി, ശിലായുഗ പൂർവികരെ പോലെ മത്സ്യം സാധിക്കുമെങ്കിൽ നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഒരു പ്രധാന ഭാഗമാക്കി മാറ്റുക. നാലാമതായി, നമ്മുടെ ശിലായുഗ പൂർവികരെ പോലെ തന്നെ പാൽ ഉപയോഗിക്കരുതെന്ന് ഇന്ന് പറയാൻ സാധിക്കുകയില്ലെങ്കിലും ലോ ഫാറ്റ് മിൽക്ക് മാത്രം കഴിക്കുക. അഞ്ചാമതായി, ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇതാണ്, നമ്മുടെ ശിലായുഗ പൂർവികർ എല്ലാ ദിവസവും 6 മൈലോ അതിൽ കൂടുതലോ നടക്കുകയോ ഓടുകയോ ചെയ്യുമായിരുന്നു. നാം എല്ലാ ദിവസവും 1 മണിക്കൂർ വ്യായാമം ചെയ്യുവാൻ ശ്രമിക്കുക. പലയോലിത്തിക് ഡയറ്റിൻ്റെ ഏറ്റവും വലിയ പ്രചാരകരിൽ ഒരാളായ മേയോ ക്ലിനിക്കിലെ എൻഡോക്രിനോളജിയുടെ പ്രൊഫസർ ഡോക്ടർ ജെയിംസ് ലെവീൻ തൻ്റെ
രോഗികളെ കാണുന്നതിനിടയിൽ എല്ലാ മണിക്കൂറും 1/2 മൈൽ ട്രെഡ്മില്ലിൽ ഓടുമെന്ന് ഒരു പ്രസിദ്ധീകരണത്തിൽ ഞാൻ വായിച്ചു. തൻ്റെ ഡയബറ്റിക് രോഗികൾക്ക് മാതൃകയാകാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് അദ്ദേഹം എഴുതിയിരുന്നു. പലയോലിത്തിക് ഡയറ്റും ഈ ഉപദേശവുമെല്ലാം 100% അപ്പാടെ നമുക്ക് സ്വീകരിക്കുക പ്രായോഗികമല്ലെങ്കിലും ഇതിലെ ചില ഗുണപാഠങ്ങളെങ്കിലും നാം സ്വായത്തമാക്കാൻ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. നിങ്ങൾക്ക് നന്ദി. ഇത് ചിക്കാഗോയിൽ നിന്ന് ഡോക്ടർ റോയ് പി തോമസ്. വരുന്ന ആഴ്ചയിൽ ഇതേ സമയത്ത് വീണ്ടും കാണാം.